ഒന്ന് വേഗം ഒഴിക്കണ്ട അയ്യപ്പ. ഒഴിക്കല്ലേ ഇന്ന്? എന്നാ ഒഴിക്ക്. അല്ലെങ്കിൽ തനിക്ക് ഈടായിട്ട് കള്ളിന്റെ കാര്യത്തിൽ ഇച്ചിരി പരാക്രമം കൂടുതലാണ്. എന്നാ കുടിക്കേ. അറിയാച്ച എന്തോ എന്ത്? അത് ശരി. ഒരു വീടിങ്ങാടാ. ഇതാണോടാ ബീഡി? അല്ല, ഞാൻ വിൽസേ സ്മോക്കു. അവളുമാരെപ്പോഴാ ഇറങ്ങി വരുന്നെന്ന് അറിയില്ല. ശ്രദ്ധിച്ചോണം, പറഞ്ഞേക്കാം. അവളുമാരുടെ തലവട്ടം കണ്ടാണ് അവൻ തുമ്മത്തില്ലേ? അല്ല, ഞാൻ തുമ്മല് മാറ്റി. തുമ്മല് മാറ്റിയോ? ഇപ്പൊ ഞാൻ 3 ചുമയ്ക്കും. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ മാറ്റിയാലുണ്ടല്ലോ ഒരു ദിവസം അപകടപ്പെടും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. അയ്യോ, അല്ല അല്ല, ഞാൻ 3 പ്രാവശ്യം ചുമയ്ക്കും. 3 പ്രാവശ്യം ചുമയ്ക്കും. അപ്പൊ മനസ്സിലാക്കിയാൽ മതി. നീ കഴിക്കണ. അവരവിടെ എന്തോടുക്കാടാ അറിയാച്ചാ? അവരെ അവിടെ ലോകകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് ബിസിനസ്സുകാരെ സംസാരിക്കുക. കൗസു. അതെ അതെ അതെ. ചോറിരുന്ന് തണുക്കുന്നു, വന്ന് കഴിക്കുന്നുണ്ടോ? എന്നിട്ട് വേണം ബാക്കിയുള്ളവർക്കൊന്ന് നടുവ് നോക്കാൻ. വരുന്നതി ഓരോരോ വിഷമത്. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം ചോറിനാമെന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് വിളിയാവില്ല. കള്ളി കണ്ടുപിടിക്കുമ്പോ തൊണ്ടതിനകത്ത് ഞാൻ വെറുതെ കൂട്ടുപ്രതി ആവണം. ഒന്ന് എനിക്കെന്റെ സാറുമാരെ ഒന്നടി. അയ്യപ്പ, കറിയാച്ചൻ പറഞ്ഞ കാര്യമുണ്ട്. ഐശ്വര്യമുള്ളൊരു ഞായറാഴ്ച ആയിട്ട് പെമ്പടയുടെ മുമ്പിൽ നാണം കെടണോ? വേണ്ട, എന്നാ പിടിച്ചോ. എടാ കറിയാച്ച, എന്തോ കുപ്പിയിൽ എത്ര ബാക്കിയുണ്ടെന്നുള്ളതിനെ അളവുണ്ട്. ലേബലിന്റെ തൊട്ട് താഴെ എടുത്ത് കുടിച്ചാലേ എന്റെ സ്വഭാവം മാറും. അല്ല, ഞാനിതൊക്കെ കേൾക്കണം. 3 നേരം ചോറ് തരുന്ന കൊച്ചമ്മമാരെ പറ്റിച്ച് ഞാനിതൊക്കെ കൂട്ടുന്നല്ലോ. അപ്പൊ എനിക്കതൊക്കെ കേൾക്കണം. കാളയണ്ട അയ്യപ്പ. മോനെ കറിയാച്ചു, എന്തോ കുടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് കണക്ക് വേണം. ഒരു പെഗ് അത്രേ പാടുള്ളൂ. അത്രേ പാടുള്ളൂ, അല്ലെങ്കിൽ കരളിന് കേടാ മോന്. അതാ വിശക്കുന്നു. അവൻ നമ്മുടെ ഡ്രൈവറല്ലേ. അമ്മേ, എന്താടാ? അച്ഛനും അയ്യപ്പ മാമി വരുന്നുണ്ടോ നോക്ക്. അല്ല, ഞാൻ കഴിക്കാൻ പോവാ. നിക്കടാ, നിനക്കെന്താ എത്ര വെപ്രാളം? വരുന്നുണ്ട്. എന്തായി കൗസു, നീ കൂടെ നന്നായില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഗൗരിക്കുട്ടുണ്ടാക്കിയ മീന് എന്തായിരുന്നു അതിന്റെ ഒരു സ്വാദ്? നല്ല എവിടെയെങ്കിലും കണ്ടാ നോക്കി പഠിച്ചുകൂടാലോ. അപ്പുറത്ത് പോയിരുന്നു കുശൂശത്തപ്പോഴേ എനിക്ക് തോന്നിയതാ. ഇന്നിത്തിരി കൂടുന്ന കേട്ടോടി ഗൗരിക്കുട്ടി. നമ്മുടെ കണ്ണു വെട്ടിച്ച് ഇവര് വീണ്ടും മെനിങ്ങെന്നാ തോന്നുന്നത്. പതിവുള്ളത് ഇവിടുന്ന് കഴിച്ചു പോയത്. അതിലൊക്കെ കടന്നു. എന്നോടാ അയ്യപ്പ, അവിടെ മീൻകറി കൊള്ളില്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ കള്ളുകൂടിയന്മാരായി. മീൻകറിക്ക് എന്താ കുഴപ്പം? കഴിഞ്ഞ ആഴ്ചത്തെ മീൻകറി നന്നായിരുന്നത്രേ. കഴിഞ്ഞ ആഴ്ചയിലേ ഗൗരിക്കുട്ടി മീൻകറി വെച്ചത് നന്നാവത്തില്ല, നീയും കൂടെ അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ എന്നെ ഉന്തത്തിലെ അയച്ചു തരാ. എന്നിട്ട് ഇപ്പൊ കൊള്ളത്തില്ലത്രേ. എന്നെ മീൻകറി വെക്കാൻ പഠിപ്പിച്ചതേ ഇവിടാ. അതെങ്ങനെ ബോധം ഉണ്ടായിട്ട് വേണ്ടേ? നീ എന്താടാ മോനെ ഒന്നും കഴിക്കാതിരിക്കുന്നു? ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. എടീ രാധേ, അവനിച്ചിരി ചോറ് വിളമ്പിക്കൊടു. വേണമെങ്കിൽ എടുത്തുവിട് രാജുവിന്. എനിക്ക് വേണ്ട. എടി, അവന് ചോറ് വിളമ്പിക്കിട്ടാ കയ്യിൽ വളം ഒരു പോവോ? കൂറുമ്പിച്ചിരി കൂറുന്നോണ്ട് പെണ്ണ്. പോട്ടൻ അയ്യപ്പ, കൊച്ചു പിള്ളേരല്ലേ, നിസാര കാര്യത്തിൽ നീ ഇങ്ങനെ ചൂടാകല്ലോ. നല്ലൊരു ഊണ് കഴിഞ്ഞാ വിസ്തരിച്ചൊന്ന് മുറുക്കണം. എന്റെ അമ്മ പഠിപ്പിച്ചതാ. ഇന്ന് ആഹാരം അല്പം കൂടിപ്പോയി അല്ലേ കുട്ടി? അതെങ്ങനെയാ?
ഞങ്ങൾ അറിയാതെയല്ലേ രണ്ടുപേരും കൂടെ ആവശ്യത്തിൽ കൂടുതലൊന്നും മിനിങ്ങിയത്. അയ്യോ, ഞാൻ തുടച്ചു വെച്ച പാത്രം എല്ലാം എടുത്ത് പിന്നെ വെള്ളത്തിൽ ഇടുവാന്നു. ഇതെന്ത് പോയി കാണിക്കുന്നേ? പറയണ്ട തുടച്ചു വെച്ചാ എന്താ പറയാനാ? അയ്യപ്പനല്ലേ വിളിച്ചത്? ആരും ഒന്നും വിളിച്ചില്ല. ഫിറ്റ് ആയതുകൊണ്ട് തോന്നുന്നു. അതിന് കഴിയെടുത്ത് ആർക്കാ ഫിറ്റെന്ന് കാണിച്ചിരാ. നീ വന്നേ ആ എടാ, ഞാൻ പറയില്ല അവൻ വിളിച്ചെന്ന്. നിന്റെ കാര്യം ഞാൻ എപ്പോഴും ഫിറ്റാണെന്നാ. എന്റെ കാര്യമാണ് അയ്യപ്പ. ഒരു കാര്യം പറയാം. ഒന്നുമല്ലേ, വെറുതെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാനാ. ആഹാ, ഇനിയിപ്പോ വർത്താനൊക്കെ നാളെ പറഞ്ഞാ മതി. അങ്ങനെ ഉണ്ടോ ഒരു വർത്താനം പറച്ചില്? ഗൗരിക്കുട്ടി, നീ അകത്ത് കയറി കഥടച്ച് ഉറങ്ങടി. അവര് പോയി കിടന്ന് ഉറങ്ങട്ടെ. കിടന്നുറങ്ങുന്നുണ്ടോ? പാതിരായി. നീ ഒന്ന് മാറി. എന്തോ എന്തോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ രാജമോനെ, എന്താ എത്ര വൈകിയത്? ദിവസം ഇങ്ങനെ വൈകി വന്നാൽ ഞാൻ കുഴഞ്ഞു പോകും. പറഞ്ഞേക്കാം. അതെങ്ങനെ? മോനെ ഇവിടുന്ന് ഓടാൻ തുടങ്ങിയപ്പോ മുതൽ ശ്വാസം പിടിച്ചൊരൊറ്റ ഇരിപ്പിരിക്കണതാണ്. തിരിച്ചിങ്ങെത്താതെ ശ്വാസം വിടാനൊക്കുവോ? ഇത്രയും നേരം ശ്വാസം വിടാനായിരുന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഇതേ ഒരുതരം സിദ്ധിയാ. ഓഹോ. അത് ആർക്കും എളുപ്പത്തിൽ കിട്ടൂല. പണ്ട് പട്ടാളത്തിൽ ചേരാൻ കുറിച്ചേർന്നിരുന്ന കാലത്ത് ശീലിച്ചതാ. പട്ടാളത്തിൽ ചേർന്നില്ലെങ്കിലും സിദ്ധി കൈവിട്ടില്ല. പോ കരച്ചേട്ടാ, ചുമ പുളു പഠിക്കാതെ. കാലർക്ക് താഴെ വിടാതെ പ്രശ്നം. ഈ ചെറുക്കൻ ഇത് എന്തിന്റെ കേടാന്നാ ഞാൻ ഓർക്കുന്നത്. എന്ത് പറ്റി? കൊച്ചുകൾ പൊങ്കാലത്ത് നടു റോട്ടി കിടന്ന് ഓടി ആൾക്കാർ കണ്ടാന്ന് വിചാരിക്കും. ചുമ്മാ അത് ഇതും പറയല്ലേ കൗസു. ഇതെന്താ പഴയ കാലം മറ്റാണോ? എന്റെ ചെറുപ്പത്തിൽ ഞാൻ അമ്പലപ്പറമ്പിൽ ഓലപ്പന്ത് കളിക്കാൻ പോയതിന് എന്റെ അച്ഛൻ എന്നെ തല്ലിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്നതാണോ സ്ഥിതി? വരുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ആ, നീ കണ്ടടി ഇവന്റെ ഒരു നെഞ്ചുവിരിവ്. ഇന്ന് ഞാനും അയ്യപ്പനും കൂടെ ചുമക്കുന്ന ഭാരം അത്രയും നാളെ ഇവൻ ഒറ്റയ്ക്ക് ചുമക്കാനുള്ള. ദേഹിച്ചോണ്ടിരിക്കാ പോയി കുളിക്കാൻ നോക്കിയേർക്കാം. വേർപ്പ് വേണമെങ്കിൽ അസുഖമൊന്നും പിടിപ്പിക്കണ്ട. വിവരമുള്ളവർ പറഞ്ഞേക്കണം. നീയല്ലേ ഇയാളെ ഒരു ചായ ഉണ്ടോ? മൽസഖി നിന്തിരുനെറ്റി മൽസഖി നിന്തിരുനെറ്റി അല്ല നിന്തിരുനെറ്റി നിന്തിരുനെറ്റി തടത്തിൽ ഞാനണിയിക്കാം തടത്തിൽ ഞാനണിയിക്കാം തടത്തിൽ ഞാനണിയിക്കാം തടത്തിൽ ഞാനണിയിക്കാം മനസ്സിന്റെ ചുണ്ടുകൊണ്ടൊരു കുങ്കുമപ്പൊട്ട് കുങ്കുമപ്പൊട്ട്. നമ്മുടെ രാഗമൊക്കെ കുളിക്കുമ്പോ പോലും ചുണ്ടത്ത് മൂടിപ്പാട്ടാ. ഇനി ഉറങ്ങുമ്പോഴുണ്ടോന്നാ സംശയം. എടി, അവക്ക് ഇത് എത്രയാ പ്രായം? 17. 17ാമത്തെ വയസ്സിൽ ഏത് പെമ്പിള്ളാരും പാടിപ്പോവും. വിശേഷിച്ചും അടുത്ത വീട്ടിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെങ്കിൽ. 17ാമത്തെ വയസ്സിൽ നീ പാടിയ പാട്ടിന് വല്ല കണക്കുമുണ്ട്? അതെ അതെ അതെ. പറയട്ടെ. വരാം വരാം വരാം. ഇതാ കണ്ണടാ. പറഞ്ഞ പോലെ വരട്ടെ മോളെ. കൊടുക്കടാതെ പോവും. ഇങ്ങനെയുണ്ടോ? നല്ല കുട്ടി. പോയിട്ട് വെച്ചേ. എടാ രാജൊന്ന് വേഗം മാറാ. ഓ, ഈ ചെറുക്കന്റെ ഒരു ഒരുക്കം. വേഗം പോ. മുമ്പിൽ പോയിരിക്കണ സായിപ്പേ. സായിപ്പോ? നീ സായിപ്പാ. മദാമ അവിടെ ഉണ്ട്. എന്തെങ്കിലും എനിക്ക് ഒന്ന് ജീവിക്കണ്ടല്ലേ? ഇപ്പഴേ കുട്ടി ഒരു പഠിച്ചോട്ടെ. സിനിമയ്ക്ക് പോകുന്ന കാര്യം
പറഞ്ഞോടി. പിന്നെ ഇന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി ജോലിയൊക്കെ ഒരുക്കട്ടെ. ആ ഞാനും എല്ലാം ഒരുക്കട്ടെ, എനിക്കൊന്നും ആയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ. യെസ് സാർ. ഇതെന്താണോ? ലെറ്ററോ? അതെ. അത് മനസ്സിലായി, താനൊന്ന് വായിച്ചേ. Messrs. A&T Combines Cochin. This has reference to our order number F369/1984 and your consignment dispatch note number E269/. എടോ നിർത്ത്. ആടിനെ പിടിച്ച് പട്ടിയാക്കുന്നില്ലേ ഒരതിര്? എടോ, ഞങ്ങൾക്ക് ഈ വളഞ്ഞക്ഷരം അറിഞ്ഞൂടാന്ന് തനിക്ക് അറിയാമല്ലോ. എന്നിട്ടും താനിതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഞങ്ങളെ കളിയാക്കാനാ? ഏയ് അല്ല. എടോ, ഈ മുറിക്കകത്ത് നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ തമ്മിൽ വേണോ ഈ ജാട? ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ വായിക്കും. ലോസ് ഏഞ്ചൽസിലേക്ക് നമ്മൾ അയച്ച ചരക്ക് കിട്ടി, നന്ദി. മേലാലും ചരക്ക് ആവശ്യം വരും, പിന്നീട് അറിയിക്കാം. ഇത്രേ ഉള്ളൂ. അത് തനിക്കങ്ങ് നേരെ ചെവിയെ പറഞ്ഞാ പോരായിരുന്നോ? കേട്ടറായപ്പ, ഈ സായിപ്പുമാർക്ക് കുഴപ്പമുണ്ട്. അവന്മാർക്ക് കാര്യം ചുരുക്കി പറയാൻ അറിയാൻ പാടില്ല. തോറ്റുപോകുള്ളൂ അവന്മാരെ കൊണ്ട്. അടിയോടെ എന്താ വേണ്ടെന്ന് വെച്ചാ പോയി ചെയ്യ. ഇനിയിപ്പോ ഇതുമൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ അവര് വേറൊരു കത്ത് വരും ഇംഗ്ലീഷില്. അതുമല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. ആ മുഖം പൊക്കി സുന്ദര ദിവാകരൻ ചോദിച്ചു മധുരമായി. വല്ലതും പറയുവാനാഗ്രഹിക്കുന്നുണ്ടാവാമില്ലയോ? തെറ്റാണൂഹമെങ്കിൽ ഞാൻ ചോദിച്ചില്ല. മഞ്ഞു തുള്ളിയാണെന്ന് ഭാവിച്ചേനാനന്ദാശ്രു മാഞ്ഞു പോ കവിൾ തുടുപ്പിളവെയിലെന്നോർത്തേ. മാമക പ്രേമ നിത്യമൂകമായിരിക്കട്ടെ. കോമളനവിടന്നദൂഹിച്ചാലൂഹിക്കട്ടെ. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിട. സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം. അപ്പോൾ മഹാകവി ഉദ്ദേശിച്ചത് അതാണല്ലോ സാർ അത് പാടിയത്.